വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കർമ്മം ഏതെന്നറിയുമോ? അത് അമലുകളാണ്. അത് യഥാർത്ഥത്തിൽ കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾ ഏറ്റവും മനോഹരമായി ചെയ്യേണ്ടത് നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെയോ മുആമലാത്താണ്. സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മതകളാണ് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. ആ രണ്ടെണ്ണം വിട്ട് ഞാൻ മൂന്നാമത്തതിലേക്ക് കടക്കാം. എന്താണ് കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രത? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മുടെ നാട്ടിൽ, അങ്ങനെ പറയുമ്പോൾ ഒന്നും തോന്നരുത് നിങ്ങൾക്ക് കേട്ടോ, ഞാൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടില് ഒരു ഉദാഹരണത്തിന് പത്തനംതിട്ട, കോട്ടയത്ത് ആ ഭാഗത്തുള്ള സ്ത്രീകള് ഗൾഫിലേക്ക് അയച്ചിട്ടുള്ള ആളുകൾ തിരിച്ചു വരുമ്പോഴേക്ക് തിരിച്ചു കൊടുക്കുന്നത് 1 കോടി രൂപയാണ്. ഇതെങ്ങനെയാണെന്നറിയോ? എങ്ങനെയാ 1 കോടി രൂപ തിരിച്ചു കൊടുക്കുന്നത്? ഇവിടെ റിയൽ എസ്റ്റേറ്റുകാരുണ്ടാവുമല്ലോ, അവർക്കറിയ കാര്യം എങ്ങനെയാണ് 1 കോടി രൂപ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു സ്നേഹിതനാണ്, അദ്ദേഹം ഒരു വലിയ പൈസക്കാരനോട് പറഞ്ഞു, എനിക്കും വേണം നിങ്ങളെ മാതിരി കോടീശ്വരനാകുക, പക്ഷെ ആദ്യത്തെ കോടി കിട്ടണം, പിന്നെ എങ്ങനെ ആവേണ്ടതെന്ന് എനിക്കറിയുന്നത്. ആദ്യത്തെ കോടി കിട്ടാത്തതാണ് പലരുടെയും ദുഃഖം. അതിൽ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഈ സ്ത്രീകൾ എന്ത് ചെയ്യും? തെക്കൻ ഭാഗത്തുള്ള ക്രിസ്ത്യൻ സഹോദരിമാർ, ഞാൻ അവരെ ഏറ്റവും നല്ല രീതിയിൽ അവരോട് ആശംസകൾ അറിയിച്ചുകൊണ്ട് പറയുന്നു. അവർ ചെയ്യുന്നൊരു നല്ല രസകരമായ ഡിസിപ്ലിനാണ്. 25,000 രൂപ മാസത്തിൽ ഭർത്താവ് അയച്ചു കൊടുത്താൽ അതിൽ 10,000 രൂപയ്ക്ക് കുറിക്ക് ചേരും. എന്നിട്ട് അത് 50 തവണയായിട്ട് അടക്കും. ആഴ്ചകളിലോ അല്ലെങ്കിൽ മാസങ്ങളിലൊക്കെ ആയിട്ട് അടച്ചിട്ട് 5 ലക്ഷം രൂപ അത് അടിക്കും. അതടിച്ച ഉടനെ തന്നെ അവർ ചെയ്യലൊരു 10 സെന്റ് സ്ഥലം വാങ്ങിയിടല. കുറച്ച് കഴിഞ്ഞ് ഹോട്ട് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റുകാർക്ക് അറിയാം. ഹോട്ട് പ്ലേസ് എന്നാണ് ഇതിന് പറയാം. ഹോട്ട് പ്ലേസിൽ വാങ്ങിയിടാൻ അവർക്കറിയാം, പെണ്ണുങ്ങൾക്ക്. നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ ആ ഹോട്ട് പ്ലേസിൽ നിന്ന് പിന്നെ അവർ വിൽക്കും. അങ്ങനെ 3-ാം കൊല്ലത്തിൽ അത് 15 ലക്ഷം ആവും. പിന്നെ അത് വെക്കും. ചുരുക്കി പറഞ്ഞ 25 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഗൾഫിലുള്ള സഹോദരൻ തിരിച്ചു വരുമ്പോ അത് ക്യുമുലേറ്റ് ചെയ്തിട്ട് 1 കോടി രൂപ ആയിട്ടുണ്ട്. ആ 1 കോടി രൂപ ഇയാള് ഗൾഫിൽ നിന്ന് വരുമ്പോ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, നിങ്ങൾ എന്താ ബിസിനസ്സോ ഏർപ്പാടോ എന്തെങ്കിലും തുടങ്ങിക്കോളി എന്ന് പറയാണ്. ഇവൾക്ക് പാർട്ട്ണർഷിപ്പ് ഇടും. അങ്ങനെ കുട്ടികൾ അങ്ങനെ ചെയ്യാം. അതിൽ പകുതി പാർട്ട്ണർഷിപ്പ് 37ക്കും. എന്നിട്ട് ആ ബിസിനസ്സിലൊക്കെ ഇടപെടും. ഇത് ആ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ കോട്ടയം ഭാഗത്തുള്ള. അങ്ങനെ തന്നെ നമ്മൾ ആകണം എന്ന് പറയണ്ട. നമ്മളെ നാട്ടിലെ അവസ്ഥ എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ കുടുംബിനികളെ. നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാര് മിക്കവാറും ഗൾഫില് 20-25 കൊല്ലം അവരും നിൽക്കുന്നുണ്ട്. അങ്ങനെ നിന്ന് വന്നവരായിരിക്കും ഇവിടെ മുന്നിലിരിക്കുന്ന പല ആൾക്കാരും. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കില്ല എന്ന് മാത്രമല്ല, ഒരു 50 ലക്ഷം രൂപ നിങ്ങൾ കടവാക്കിയിട്ടുണ്ട്. കാരണം എന്താ? മിഠായി കൊടുക്കാൻ പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ പരിപാടി ഇവിടെ അല്ലേ? എല്ലാ കുട്ടികളെ കയ്യിൽ ഓരോ കൊട്ട കൊടുക്കുക. അവിടെ കൊണ്ടുപോയിട്ട് 1.25 ലക്ഷം രൂപന്റെ മൊബൈൽ ആ പെൺകുട്ടിക്ക് കൊടുക്കും. ഒന്നാമത് ആ പെൺകുട്ടി അത് വാങ്ങാൻ പാടില്ല. കാരണം നിങ്ങളെ പാക്ക് അതിന് കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം. നല്ല ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് പറയണ്ടേ? ഞാനിതിവിടെ നിന്നിട്ട് പറയും. അതുകൊണ്ട് ഒരു പെൺകുട്ടിയും മറ്റുള്ളവരുടെ മൊബൈൽ മോഹിക്കരുത്. കാരണം അത് നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറയാൻ ഒരു പെൺകുട്ടിക്ക് പറ്റണം. ഞാൻ എന്റെ ഭാഗം പറഞ്ഞേച്ചു പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിമർശിക്കാം. പുതിയാപ്പിളക്ക് കൊടുക്കുന്ന, അമ്മാശാങ്ക കൊടുക്കുന്ന കാറിലല്ല പുതിയാപ്പിള പോകേണ്ടത്. കാരണം അവൻ പറയണം, സോറി, എനിക്കത് വാങ്ങാനുള്ള പൈസയുണ്ട്. അല്ലാതെ പുതിയാപ്പിളക്ക് വേണ്ടിയിട്ട് അമ്മോശാങ്ക വാങ്ങിക്കൊടുക്കുന്ന കാറിലല്ല ഈ പുതിയാപ്പിള പോകേണ്ടത്. അത് റെന്റഡ് പോലെയാണ്. പുതിയാപ്പിളയെ വാടകയ്ക്ക് എടുക്കുകയാണ്. പണ്ടൊരു പെണ്ണ് പറഞ്ഞില്ലേ, എന്ത് ചായ കാച്ചിക്ക മോളെ എന്ന് അമ്മായിമ്മ പറഞ്ഞപ്പോ നിലത്ത് ചവിട്ടിയിട്ട് പറഞ്ഞത്ര, ഞാൻ ചായയും കൂടി കാച്ചണമെന്ന്. അതിന്റെ അർത്ഥം എന്താ? 100 പവനും കൊണ്ടുവന്ന് 5 ലക്ഷം ഉറുപ്പ്യം തന്ന് ഒരു കാറും തന്ന് എന്നിട്ട് നിങ്ങളെ മോനെ ഇങ്ങോട്ട് വാങ്ങിയും ചെയ്ത് എന്നിട്ട് ഞാൻ ചായയും കൂടി കാച്ചണമെന്ന്. ആ പരിപാടിയില്ല. ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് നടക്കണം നമ്മൾ. നമുക്കാരുടെയും ഔദാര്യം വേണ്ട. അധികമില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഭർത്താവും മക്കളും ഒക്കെ അധ്വാനിച്ചുണ്ടാക്കിയത് മതി. ആരുടെയും ഓശാരം നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റണം. അത് ഇല്ലാത്ത ഉലമാക്കൾക്കോ മറ്റുള്ളവർക്കോ അവർ ഹദിയായിട്ട് കൊടുക്കുന്നുവെങ്കിൽ അവരത് സ്വീകരിക്കട്ടെ. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരത്രയും സേവനങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ എന്തിനത് വാങ്ങണം? നമ്മൾ ബിസിനസ്സോ ഏർപ്പാടോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താക്കണം? നടക്കണം. അതുകൊണ്ട് ഡിഗ്നിറ്റിയോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ വീട്ടിലെ കുടുംബ സമിതിയിൽ നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് അന്യന്റെ ഒന്നും വേണ്ട. അത് ചിലപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യയ്ക്ക് ചിലപ്പോൾ അയാൾ ഒരു 1.25 ലക്ഷം രൂപ മൊബൈൽ കൊടുത്താൽ ഓക്കെ, അത് ഭർത്താവാ തരുന്നത്. അതല്ലാതെ ഇതുവരെ ഒരു ഉറപ്പിക്കൽ മാത്രം ആ സിമെന്റ് തന്നെ ഇളകിക്കൊണ്ട് എടുക്കായിരിക്കും. വ്യത്യസ്തമായ ഡ്രസ്സുകൾ ആയിക്കോ, കുഴപ്പമൊന്നുമില്ല, സമ്പത്തുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ. പക്ഷെ നിങ്ങൾ അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ബൂമറാങ്ക് പോലെ ബോംബുകൾ വർഷിച്ച് ഇന്നലെ വരെ സമ്പത്തുണ്ടായിരുന്ന തെരുവോരങ്ങളിൽ കൈ കാണിച്ചുകൊണ്ട് വസ്ത്രം തരൂ എന്ന് പറയുന്ന ഫലസ്തീന്റെ മക്കളെ നമ്മൾ മറന്നു പോകരുത്. ആയിരക്കണക്കിന് രൂപകൾ ചെലവാക്കി വസ്ത്രങ്ങൾ വാങ്ങിക്കുമ്പോ ആ പാവം കുട്ടികളെ പോലും നമ്മൾ ഓർക്കണം. അത് ഏത് മതക്കാരായാലും ഏത് രാജ്യക്കാരായാലും. APJ അബ്ദുൽ കലാം ഈ ലോകത്തോട് വിട പറഞ്ഞു. APJ അബ്ദുൽ കലാം മരിച്ചപ്പോ അദ്ദേഹം ടെക്നിക്കൽ സയന്റിസ്റ്റ് ആണ്, ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആണ്.
വലിയ രീതിയിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ ഹോണറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഡ്രസ്സുകൾ പരിശോധിച്ചു. നിങ്ങൾ അന്നത്തെ പത്രങ്ങൾ എടുത്തു നോക്ക്. എല്ലാ ദിവസവും ആഷ് കളർ പാന്റും ആഷ് കളർ കുപ്പായവും ഇടുക, മീൻസ് കോട്ടും. എല്ലാ ദിവസവും ഒരേ വെണ്ണൂറും കളർ എന്ന് പറഞ്ഞ സാധനം ആഷ് കളർ ഇടലുള്ളൂ. അദ്ദേഹത്തിന്റെ രാമപുരത്ത് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്ത്, പാർലമെന്റിന്റെ അടുത്തുള്ള വീട്ടിലൊക്കെ ചെക്ക് ചെയ്തപ്പോ ആകെ 4 കോട്ടും 4 പാന്റുള്ളൂ. അദ്ദേഹത്തിന് എത്ര ഉണ്ട് എന്ന് ആളുകൾ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു അദ്ദേഹം ആകെ 4 എണ്ണം ഇട്ടുകൊണ്ടെന്നാണ്. എല്ലാ ദിവസവും ആഷ് കളർ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡിഗ്നിറ്റി എന്താന്ന് പറയും. ഞാൻ പ്രൊഫഷണൽ ആയിട്ടൊരു കാര്യം പറയട്ടെ എന്റെ കുട്ടികളോട്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് ആളുകൾ ഇപ്പോ വേഷവിധാനങ്ങളെ പറ്റി പറയല്ലോ കേട്ടോ, വെറും ടീഷർട്ട് ഇട്ടാണ് നടക്കുന്നത്. അല്ലാതെ കുറെ വേഷവിധാനങ്ങൾ കെട്ടി ഭയങ്കര കൂട്ടിട്ടൊന്നുമല്ല. മാർക്ക് സുക്കർബർഗ് നിങ്ങൾ എടുത്തു നോക്കിക്കോ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. ഏറ്റവും വലിയ സമ്പന്നയുടെ ആദ്യത്തെ 4 പേരിൽ ഒരാളാണ്. ഇവരൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ടീഷർട്ടും പാന്റും ഇട്ടിട്ടാണ്. സിംപ്ലിസിറ്റിയാണ്. ഞാൻ ടീഷർട്ടും പാന്റും ഇടണം എന്നല്ല പറഞ്ഞത്, സിംപ്ലിസിറ്റി. ആളുകൾക്ക് ഇഷ്ടം അതാണ്. അതുകൊണ്ട് തന്നെയല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദിന്റെ സെക്രട്ടറി ആയിരുന്ന, ഒരുപാട് വലിയ സമ്പത്തുണ്ടായിരുന്ന എന്റെ നാട്ടുകാരനായ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കുകയാണ്. ഞാൻ വൈകിട്ട് ആ കല്യാണത്തിന് എത്തിയത്. ആ കല്യാണത്തിന് എത്തുമ്പോൾ പുതിയ ഇറങ്ങാൻ പോവാണ്. എന്റെ മകളെ പോലെ തന്നെ ഒരു മകളാണ് അവളും, എന്റെ സുഹൃത്തിന്റെ മോളാണ്. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് വേണമെങ്കിൽ മകൾക്ക് 10 ജ്വല്ലറി കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 10 ജ്വല്ലറി എങ്ങനെയാണ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നിട്ടും ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞു, ഇതാ എന്റെ മോള് ഒരൊറ്റ ആഭരണം പോലും ഇട്ടിട്ടില്ല, ആകെ ഒരു നെക്ലസ് മാത്രമാണ്, കഴുത്തിലണിഞ്ഞ നെക്ലസ്. അതും ഷെയ്ഖ കൊടുത്തത് കൊണ്ട്, അഥവാ ഷെയ്ഖ് മുഹമ്മദിന്റെ വൈഫ് സമ്മാനമായി കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവൾ അത് ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അത് ഇടൂല എന്ന് പറഞ്ഞു. അപ്പൊ ഉള്ളവർ ഇല്ലാതെ ഇറങ്ങുമ്പോഴാണ് അതിന്റെ ഒരു സൗന്ദര്യമുള്ളത്. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ? ഒരുപാട് ആഭരണങ്ങൾ കെട്ടിയടക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആളെടുത്തൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം എക്സ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇല്ലാത്തവർ ചെയ്യുന്ന ഒരു പണിയുടെ പേരാണ്. വലിയ വീട് വെച്ചിട്ട് ഇങ്ങനെ, വലിയ കാർ വെച്ചിട്ട് ഇങ്ങനെ നെളിഞ്ഞിങ്ങനെ പോവൽ അധികം ഇല്ലാത്തവന്റെ പണിയാണ്. കുറച്ചും കൂടി ഉള്ളവൻ എന്താ ചെയ്യാ? വീടൊക്കെ വെക്കും, ഇതൊക്കെ ആക്കും. പക്ഷെ നാട്ടുകാർക്കിടയിലും എല്ലാ സഹായത്തിന്റെ ഇടയിലൊക്കെ അവൻ ഉണ്ടാവും. വലിയ വീട് വെച്ചവരൊക്കെ നെകളിപ്പിന്റെ ആൾക്കാരാണെന്നല്ല ഞാൻ പറയും. അപ്പൊ നമ്മൾ അതിന്റെ മുകൾ, നേരത്തെ പരുന്തിന്റെ കഥ പറഞ്ഞതുപോലെ, നമ്മൾ റോൾസ് റോയ്സ് കാർ വാങ്ങിയാൽ അതിനേക്കാൾ ഡിഗ്നിറ്റി നമ്മൾ എന്ന വ്യക്തിക്കുണ്ടായിരിക്കണം. അപ്പോഴേ നമ്മൾ റോൾസ് റോയ്സ് വാങ്ങാം. ഞാൻ എന്റെ അഭിപ്രായം പറയാം. അല്ലാതെ നമ്മളെ ഭരിക്കുന്ന കാറല്ല നമുക്ക് വേണ്ടത്. നമ്മളെ കൊണ്ട് നടക്കുമ്പോൾ അവന്റെ കാറൊക്കെ ഭയങ്കര ഉഷാറാണ്, അവൻ വളരെ മോശമാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. അതുകൊണ്ട് ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബത്തിൽ പാലിക്കേണ്ടത് എന്താണെന്നറിയോ? അഥവാ നിങ്ങൾ മിച്ചം വെക്കണം, പിശുക്കരുത്, ധൂർത്തും പാടില്ല. പിശുക്കും ഇസ്ലാമല്ല, ധൂർത്തും ഇസ്ലാമല്ല, നടുവിലാണ്. ഖൈറുൽ ഉമൂരി ഔസതുഹ എന്നതിലെല്ലാം പെട്ടു. അഥവാ ഉസ്തയിലാണ്, മധ്യമമായ അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. ആ മധ്യമ അവസ്ഥയിൽ നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് സാംസ്കാരിക ജീവിതമാണ്. ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്. സാമൂഹിക ജീവിതം, സാമ്പത്തിക ജീവിതത്തിൽ ഒരു ഹറാമും ഇല്ലാതിരിക്കണം. ഒന്നും കൂടി റിവേഴ്സിലേക്ക് പോട്ടെ. നമ്മുടെ കുട്ടികളെ കൊണ്ട് ഹറാമ് നമ്മൾ ഭക്ഷിപ്പിക്കരുത്. ലോണ് വാങ്ങിച്ചിട്ട്, മോശമായ പലിശ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും നമ്മളെ കുട്ടികളെ കൊണ്ട് നിങ്ങളത് വാങ്ങിപ്പിക്കല്ലേ. ലോണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ അനിവാര്യമുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതും വിവാദമായേക്കാം ഒരു പക്ഷേ. കാരണം നിങ്ങൾ ലോണ് വാങ്ങരുത് എന്ന് ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കുകാരൊക്കെ പല പ്രശ്നമാക്കും. അത് നിയമ നടപടികളുണ്ട്. ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ, അമിതമായ പലിശയിൽ മുങ്ങിക്കൊളിച്ച് നമ്മുടെ മക്കളെ നമ്മൾ ഭക്ഷിപ്പിക്കല്ലേ. ആവശ്യമുള്ളത് ചെയ്താൽ പോരെ. ഞാൻ ഇന്നാളൊരു സഹോദരനെ കണ്ട് എന്റെ അടുത്ത് കരഞ്ഞു വന്നിട്ട് പറയാണ്, 4 ക്രെഡിറ്റ് കാർഡ് ഉണ്ടായ ക്രെഡിറ്റ് എടുത്തിട്ട് അവസാനം ഞാൻ ആകെ കടക്കാരനായി. ഇപ്പൊ 80 ലക്ഷം രൂപയോളം കടാണ്. 4 ക്രെഡിറ്റ് കാർഡ് കൊണ്ട് 80 ലക്ഷം രൂപ കടം. ആര് പറഞ്ഞു ഇതിന്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കടങ്ങൾ 2 എണ്ണമാണ് ഖുദ്സിയായ ഹദീസിൽ. ഒന്നൊരു മനുഷ്യന്റെ അമിതമായ ആർത്തിയുടെ കടം, മറ്റൊന്നവന്റെ അത്യാവശ്യത്തിന്റെ കടം. അത്യാവശ്യത്തിന്റെ കടം അള്ളാഹു വീട്ടിത്തരും, ആർത്തിയുടെ കടം അള്ളാഹു വീട്ടിത്തരികയില്ല. കാരണം ആർത്തി കൊണ്ടുണ്ടാകുന്ന കടം അത് അള്ളാഹുവിന്റെ ലേബലിൽ പെട്ടതല്ല. ഒരു മനുഷ്യന്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, എന്നിട്ട് അവൻ 1 കോടി രൂപയുടെ വീട് വെച്ചു, അതവന്റെ 90 ലക്ഷം രൂപയുടെ ആർത്തിയാണ്. ഒരു ആളുടെ 5 ലക്ഷം രൂപയുണ്ട്, അതുകൊണ്ടുള്ള കാർ വാങ്ങുന്നതിന് പകരം അവർ 50 ലക്ഷത്തിന്റെ രൂപ കട വാങ്ങി കാറ് വാങ്ങി, എങ്കിൽ 45 ലക്ഷം രൂപ അവന്റെ ആർത്തിയാണ്. അതുകൊണ്ട് അന്യ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ചെയ്യരുത്. ഈ ലോകത്തിൽ ഏറ്റവും വലിയൊരു സമ്പന്നനുണ്ട്, നിങ്ങൾ എടുത്തു നോക്കിക്കോ ഗൂഗിളിൽ. വാറൻ ബഫേ എന്നാണ് അദ്ദേഹത്തിന് പറയാ. വാറൻ ബഫേ ലോകത്തിലെ മുഴുവൻ ഷെയർ മാർക്കറ്റും അദ്ദേഹമാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. വാറൻ ബഫറ്റ് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. ആ ടി ഉപയോഗിക്കാൻ പാടില്ല. വാറൻ ബഫേ. അദ്ദേഹം ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ മഹലിന്റെ പരിപാടിയിലായതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. അദ്ദേഹം ഇപ്പൊ ഏത് പാർട്ടി അതൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടം അതൊക്കെ.
രജനീകാന്തിന്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പോയസ് ഗാർഡനിലാണ്. ഒരു സിനിമ അഭിനയിച്ചാൽ വാങ്ങിക്കുന്നത് 100 കോടി രൂപയാണ് ഏറ്റവും ചുരുങ്ങിയത്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും പോയസ് ഗാർഡനിൽ അദ്ദേഹത്തിന്റെ വീട്ടില്, ആ വീട്ടിൽ പോയാൽ അതൊരു ചെറിയ വീടാണ്, അധികമൊന്നും ഇല്ലാത്ത. കാരണം അദ്ദേഹം എല്ലാ വർഷങ്ങളിലും ഹിമാലയ സാനുക്കളിലേക്ക് തപസ്സിരിക്കാൻ പോവാണ്. അതിന്റെ ഹൈന്ദവ ഭാഗമായിരിക്കാം അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങൾ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കല്ല. പക്ഷേ ആളുകൾ ഉയർന്നവർ താഴ്ന്നു ജീവിക്കുമ്പോഴാണ് മനുഷ്യർക്ക് ഒരു മാതൃകയായി ഉണ്ടാവുക. വലിയ വീട് വെച്ചത്, വലിയ കാറ് വെച്ചതിന് ഞാൻ വിമർശിക്കല്ല, അവനാന്റെ അടുത്തുള്ളതിനനുസരിച്ച് ഉണ്ടാക്കിക്കോട്ടെ എന്ന്. PV അബ്ദുൽ വഹാബ് സാഹിബ് 3 കോടി രൂപയുടെ വീട് വെച്ചു. അന്ന് ഞാൻ വ്യക്തിനെ പറയല്ല, അന്ന് എതിർ രാഷ്ട്രീയക്കാർ ഒരുപാട് പറഞ്ഞു, കണ്ടില്ലേ 3 കോടി രൂപയുടെ വീട് വെച്ചിരിക്കുന്നു എന്നൊക്കെ. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് എന്റെ അടുത്ത് 300 കോടി രൂപയുണ്ട്, അതിന്റെ 1% കൊണ്ടാണ് ഞാൻ വീട് വെച്ചത്. എല്ലാ വർഷവും 7.5 കോടി രൂപ ഞാൻ എന്താക്കണം, ഞാൻ സക്കാത്ത് കൊടുക്കണം. സക്കാത്തിന്റെ പകുതി പൈസ പോലും ആയിട്ടില്ല എന്റെ വീടിന്. ഈ കേരളക്കരയിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം, എന്റെ സമ്പത്തിന്റെ അഥവാ അവരുടെ സമ്പത്തിന്റെ 100-ൽ 1 പൈസ കൊണ്ട് വീട് വെച്ചവരുണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. ഞാൻ അദ്ദേഹത്തെ വാഴ്ത്താൻ വേണ്ടി പറയല്ല, അവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളടുത്ത് 100 കോടി രൂപയുണ്ടെങ്കിൽ നിങ്ങൾ 10 കോടിയുടെ വീട് വെച്ചോ. അല്ലാതെ ആകെ 1 കോടി രൂപ കൊണ്ട് മത്സരിച്ചിട്ട് നമ്മൾ 10 കോടിയുടെ വീടാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ജീവിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ ബാലൻസ് ഏറ്റവും കൂടുതലായി കിടക്കുന്ന നമ്മുടെ സാമ്പത്തിക സുഭദ്രതയിലാണ്. സാമ്പത്തികം പ്രയാസമാകുമ്പോൾ മനുഷ്യനെ കൊണ്ട് വൃത്തികേടുകൾ ചെയ്യിപ്പിക്കും, മനുഷ്യനെ വൃത്തികേടിലേക്ക് പോകും. ഇപ്പൊ എത്രയോ ആളുകൾ എന്തൊക്കെയോ വീഡിയോ എടുത്ത് വിടാൻ പൈസക്ക് വേണ്ടി മാത്രം ശരീരത്തെ പോലും വിട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വെറും പൈസ മോഹികളായിട്ട്. ഇതെന്നും അവിടെ കിടക്കാണ്, ട്രാക്ക് റെക്കോർഡാണ്, ഒരിക്കലും മാറില്ലല്ലോ ഇത്. എന്തൊക്കെയോ ഒരു 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ 15,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കോലം കെട്ടി ഇറങ്ങുകയാണ് നമ്മൾ ഓരോരുത്തരും. അല്ല, കണ്ടന്റ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? അതിമനോഹരമായി കണ്ടന്റ് ഉണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്തോ, അതിന് അനുവാദം തരില്ല എങ്കിൽ നിങ്ങൾ ചെയ്തോ. പക്ഷേ എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടുന്ന പൈസയ്ക്ക് വേണ്ടി എന്തിനും മോഹിക്കുന്ന ഒരാളായി നമ്മൾ മാറരുത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കു പോവുകയാണ്. അബൂബക്കർ ഫൈസിയെ, ഇവരെ പോലെ ഫൈസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് മദ്രസ പഠിപ്പിച്ചെന്ന്, നഹ്വൊക്കെ പഠിപ്പിച്ചെന്ന്, അത് കഴിഞ്ഞിട്ട് കുറച്ച് കിതാബ് ഓതാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയപ്പോൾ അതും പഠിപ്പിച്ചെന്ന്. അങ്ങനത്തെ ഒരു മഹാമനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ വീടിന്റെ അവസ്ഥ നമുക്കറിയില്ലായിരുന്നു. അബൂബക്കർ ഫൈസി കോന്നല്ലൂരിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഖതീബ്, തങ്ങളുടെയൊക്കെ കാലഘട്ടത്തിന് തൊട്ട് ശേഷം, തങ്ങളവിടെ പഠിച്ചതിന് ശേഷമുള്ള ഖതീബ്, ഞങ്ങളൊക്കെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ വീട് എങ്ങനെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒരു മനുഷ്യനോടൊന്നും ചോദിക്കില്ല, ഒരു മനുഷ്യനോടും ഒന്നും. എന്ത് തന്നെ പറഞ്ഞാലേ ആവശ്യമില്ല എന്നത്. നല്ല വയലറിയും പോണടത്തേക്ക് വണ്ടിയിട്ട് എന്നാൽ ഞാൻ നടന്നിട്ടാണ്ട് വരാം, എന്നിട്ട് കറുത്ത ബാഗും തൊക്കത്ത് വെച്ചിട്ട് ഒറ്റ പോക്കാണ്. പാവം മനുഷ്യൻ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് തോന്നി ഉസ്താദിനൊന്ന് പോയി കാണണം. 15-20 കൊല്ലയ്ക്ക് ഞങ്ങളെ മഹലിൽ നിന്ന് പോയിട്ട്, വയസ്സായിക്കണ്, കാണണമെന്ന് തോന്നി. ഞാൻ എന്റെ ജ്യേഷ്ഠനോട് മറ്റുള്ളവരോട് പറഞ്ഞു, ഇന്ന് നമ്മൾ ഉസ്താദിന്റെ അടുത്തേക്ക് പോയാലോ? അപ്പൊ ചിലര് പറഞ്ഞു, അവിടെ പോയി വരുമ്പോ നേരം കുറേ, പലർക്കും വീടും അറിയില്ല. ഞാൻ പറഞ്ഞു, എന്തായാലും നമുക്കൊന്ന് പോകാന്ന് പറഞ്ഞു. നല്ല മനുഷ്യന്മാരുടെ ഗതിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നിങ്ങൾ വിട്ടേക്ക്, നമ്മൾ അത്ര വലിയ നല്ല ആൾക്കാരൊന്നുമില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, അദ്ദേഹത്തെ പഠിപ്പിക്കല് കാര്യങ്ങൾ. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. കുറേ പോണം. കോളിംഗ് ബെല്ല് നെക്കി, ചെറിയൊരു വീടാണ്. കോളിംഗ് ബെല്ല് നെക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു ഭാര്യ ഉള്ളൂ, അദ്ദേഹം അവിടെ ഇല്ല. അഥവാ ഇയാള് ഭാര്യ മൂലക്ക് നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, മോനെ ഉസ്താദിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, മിംസിലാണെന്ന് പറഞ്ഞു. ഏത് മിംസിൽ? ചിന്ന മിംസിൽ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി. മിംസിലെത്തി. ഞങ്ങൾ 5-8 ആൾക്കാരുണ്ട്. മിംസിലെത്തിയപ്പോ ഏകദേശം 10-11 മണിയായിട്ടുണ്ട്. ഡിസ്ചാർജ് ബില്ലും കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 79,000 രൂപയുടെ ബില്ല്. തലക്കൊരു ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ബില്ലാണ്. ഒരു മോനുണ്ട്, കുറെ പെൺകുട്ടികളും പിന്നെ ഒരു മോനാണ്. ആ മോന് ദർസിൽ പഠിക്കുന്ന മോനാണ്. കുറച്ച് വലിയ മോനാണെന്നാലും ജോലിയൊന്നും ആയിട്ടില്ല ആ സാധുവിന്. ഇങ്ങനെ ബില്ലും കൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ പോയി കണ്ട് സംസാരിച്ച് ഇപ്പൊ റാഹത്തായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ മോനെ ഇങ്ങനെ അരികിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞു, പൈസന്റെ കാര്യം എന്താ? അവനൊരൊറ്റ കരച്ചിലാണ്. ആ സാധുവിന്റെ കയ്യിൽ 10,000 രൂപ പോലും എടുക്കാനില്ല. 79,000 ബില്ല് വരുന്ന ആ സാധുവിന് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ സമയത്താണ് പഴയ ശിഷ്യന്മാരെ കയറി ചെല്ലുന്നത്. നമ്മളെ നിങ്ങൾ വിട്ടേക്കില്ല. എവിടെയോ കിടക്കുന്ന 17 കൊല്ലം മുമ്പേ പഠിപ്പിച്ചു വിട്ട ഏതോ കുട്ടികളുടെ മനസ്സിൽ ഒരു തോന്നൽ തോന്നിപ്പിച്ചത് ആര്? അള്ളാഹുവാണ്. ആ ഉസ്താദിനെ തേടി പുറപ്പെട്ടത് എന്ത്? അള്ളാഹുവാണ്. ആ ഉസ്താദിന്റെ നന്മയാണത്, ഒരിക്കലും പോയവരുടെ നന്മയായി നിങ്ങൾ കാണരുത്. ആ പാവം മനുഷ്യന് 11 മണിക്ക് മിംസിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോ
79,000 ബില്ല് കിട്ടുമെന്ന് പാവം അബൂബക്കർ ഫൈസിക്ക് അറിയില്ല. പക്ഷേ എവിടെയോ കിടക്കുന്നതും 17 കൊല്ലത്തിന് ശേഷമൊക്കെ സംസാരിക്കുകയാണ് ഒരു പള്ളിയിൽ ഇരുന്നിട്ട്. ആളെ കാണാൻ അന്ന് തന്നെ പഠിച്ചോൻ തെർത്തീബാക്കാണ്. എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ല, പക്ഷേ എന്റെ കൂടെയുള്ള ആൾക്കാരെല്ലാരും കൂടി ആ ബില്ല് അടച്ചു തീർക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഈമാനുള്ള ഒരു മനുഷ്യൻ സാമ്പത്തികം മോഹിക്കാതെ മുന്നോട്ട് പോകുമ്പോ അവന് പ്രപഞ്ചത്തിനെ ഒരുക്കി കൊടുക്കുക എന്നത്, ആളുകളെ ഒരുക്കി കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ നിമിത്തമാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം, അള്ളാഹുവിന്റെ നിമിത്തമാണ്. അതുകൊണ്ട് നമ്മൾ ഹലാലായ രീതിയിലല്ലാതെ മുന്നോട്ട് പോകരുത്. ഒരിക്കലും ഒരു സെന്റ് പോലും മഞ്ഞേണ്ടത് നമ്മൾ ആഗ്രഹിക്കരുത്. വില കൂട്ടി പറഞ്ഞുകൊണ്ട് റിയൽ എസ്റ്റേറ്റുകാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നവരാകാം. അപ്പുറത്ത് 50,000 ആയിരിക്കും, എന്നിട്ട് മറ്റൊടുത്ത് പോയിട്ട് പറയാം 75 പറഞ്ഞത് 70 കിട്ടുന്നു, എന്നിട്ട് തലയിൽ കിട്ടുന്ന നമ്മളെ നാട്ടിലേക്ക് അതിന് പേര് പറയാ ഹറാമാണ്, പച്ച ഹറാം. ഒരു മനുഷ്യന്റെ സ്വത്ത് വിൽക്കുക, ആ മനുഷ്യന്റെ സ്വത്ത് എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് കയറ്റി വിൽക്കുക, അയാൾ എന്നിട്ട് അത് അറിയാതിരിക്കുക. നിങ്ങൾ വാങ്ങിച്ചിട്ട് വിൽക്കുകയാണെങ്കിൽ തിരക്കടില്ല, വാങ്ങിക്കാതെ അദ്ദേഹത്തോടും ഇവിടെയും പറയാതെ തലയിൽ കെട്ടിയിട്ട് വിൽക്കുക ശുദ്ധ ഹറാമാണ്. അതെങ്ങാനും നമ്മുടെ മക്കളുടെ അടിവയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, ഇന്ന് നിങ്ങൾ കട്ടുണ്ടാക്കിയ 20,000 രൂപയല്ല 2 കോടി രൂപയുടെ നഷ്ടമായിരിക്കും ഇതേ മക്കള് ഭാവിയിൽ നിങ്ങൾക്കുണ്ടാക്കുക. അന്ന് നിങ്ങൾക്ക് നികത്താൻ പറ്റാത്ത രീതിയിലായിരിക്കും ആ 2 കോടിയുടെ നഷ്ടം നിങ്ങൾക്ക് അള്ളാഹു ഉണ്ടാക്കി തരിക. കാരണം ഹറാമായ മേഖലയുടെ ഈ രീതിയിൽ സമ്പാദിക്കുക എന്നത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. പക്ഷെ എനിക്കൊരു സുഹൃത്തുണ്ട്, നല്ല റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നത്. അയാൾ സത്യസന്ധമായിട്ട് പറയും, പേരൊന്നും ഞാൻ പറഞ്ഞില്ല, അയാൾ വളരെ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുക. അയാൾ ഭയങ്കര സത്യസന്ധനായതുകൊണ്ട് കച്ചവടം കൂടുതൽ മൂപ്പരിക്കാൻ നടക്കുന്നത്. ബോംബെയിൽ ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു, അൽതാഫ്, അഡ്വക്കേറ്റ് അൽതാഫ്. ഞാൻ ജഡ്ജിമാരോട് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, അഡ്വക്കേറ്റ് അൽതാഫ് എങ്ങനെയോ ദീനുമായി ബന്ധപ്പെട്ട് അതിമനോഹരമായി ദീനിയായി ജീവിക്കണം എന്ന് വിചാരിച്ച് അന്നൊരു വലിയ ആലിമിനോട് പോയിട്ട് ചോദിച്ചു, ഞാൻ ഈ പരിപാടി നിർത്താൻ പോവാണ്, അഡ്വക്കേറ്റ് പണി നിർത്താൻ പോവാണ്, അതുകൊണ്ട് എന്തായാലും നിങ്ങൾ അത് നിർത്താൻ എനിക്ക് എന്താക്കണം, അനുവാദം തരണം. ഹൈക്കോടതിയിലെ വക്കീലാണ്, കാരണം വക്കീലാകുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണം എന്ന് പറഞ്ഞു. അതിൽ ഈ ആലിമ് പറഞ്ഞു കൊടുത്ത്, ഒരു കേസിൽ എന്തായാലും ആൾക്കാർ നിങ്ങളോട് കളവ് പറയില്ലല്ലോ, നന്മയുള്ള ആൾക്കാരുടെ കൂടെ നിന്ന് കൊടുക്കും. ഒരാൾ രക്ഷപ്പെടാനുള്ള ഒരാൾ ആ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ, കളവ് പറയാതെ അയാളെ രക്ഷപ്പെടുത്താൻ നോക്ക്. അയാൾക്ക് ആദ്യം കേസുകൾ കുറവായി. ബോംബെക്കാര് പറയാറുണ്ട്, പിന്നീട് അൽതാഫ് വളരെ പ്രശസ്തനായ അഡ്വക്കേറ്റായി മാറി. അങ്ങനെ ഒരു ഹൈന്ദവ ജഡ്ജി ചീഫ് ജസ്റ്റിസായി അവിടെ വന്നു. ആ ആള് വിധിക്കുന്നതൊക്കെയും അൽതാഫിന് അനുകൂലമായിട്ട് ആൾക്കാർക്ക് തോന്നി. അൽതാഫ് വാദിക്കുന്നു, അൽതാഫിന് അനുകൂലമായി വിധി പോലെ ആളുകൾക്ക് തോന്നിയപ്പോ, നിങ്ങൾ എന്താ അൽതാഫിന് അനുകൂലം പോലെ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോ ആ പാവം സ്ത്രീ പറഞ്ഞത്ര അവിടുത്തെ ലോയേഴ്സ് ഫോറത്തോട്, അൽതാഫിനെതിരെ ഞാൻ വിധിക്കുമ്പോൾ അത് ദൈവത്തിനെതിരെയുള്ള വിധിയായി പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്നാണ്. ഒരു അഡ്വക്കേറ്റിനെ കുറിച്ച് ഒരു ജഡ്ജി പറഞ്ഞ വാക്കാണ്. നീതിയുക്തമായിട്ട് ആ ജഡ്ജിമാര് വാദിക്കുക. പക്ഷെ ഒരു അഡ്വക്കേറ്റ് സത്യസന്ധമായപ്പോ ഹൈന്ദവയായ ഒരു ലേഡി പോലും പറഞ്ഞത്, അദ്ദേഹത്തിനെതിരെ പറയാന്ന് പറഞ്ഞാൽ അത് ദൈവത്തിനെതിരെയായി പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്നതാണ്. നമ്മുടെ ജോലിയിൽ നമ്മൾ സത്യസന്ധമായി മുന്നോട്ട് പോകുക. ഒരിക്കൽ ട്രെയിനിൽ കയറിയപ്പോ ഒരു ഹൈന്ദവനായ ഒരു സഹോദരൻ, പിന്നെ അദ്ദേഹം ഒരു നായരാണ്, അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ അബ്ദുള്ള എഞ്ചിനീയർ അറിയുമോ എന്ന് ചോദിച്ചു. എന്നെ കണ്ടപ്പോ ചോദിച്ചത്, ഓ ഞാൻ അറിയും, ഞാൻ അബ്ദുള്ള എഞ്ചിനീയർ അങ്ങനെ വാഴ്ത്തി പറയല്ലോ കേട്ടോ. അദ്ദേഹം ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു കേരളത്തിന്റെ. പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി സാറ് അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബോർഡിലെ ഡയറക്ടർഷിപ്പിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാണ്, എല്ലാ ദിവസവും 5:30 പോവാ. ഞാൻ ഹലാലിനെ കുറിച്ച് പറയുമ്പോൾ അത് പറഞ്ഞത് 5:30 മണിക്കാണ് ഓഫീസ് അടച്ച് പോവാ. വലിയ ഉദ്യോഗസ്ഥനാണ്. അതിനവസാന യാത്രയെ പിന്നെ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ 5 മണിക്ക് ഓഫീസ് പൂട്ടേണ്ടത് 5:30 പൂട്ടിയിട്ട് പോണത്? അപ്പൊ ഇദ്ദേഹം മറുപടി പറഞ്ഞത്രേ, അത് ഞാൻ ഈ ളുഹർ അസർ എന്ന് പറഞ്ഞ 2 നിസ്കാരങ്ങൾ ഉണ്ട്, ഞാൻ പള്ളിയിൽ പോയിട്ടാ നിസ്കരിക്കുക, 2നും കൂടി എനിക്ക് 1/2 മണിക്കൂർ ചെലവാകാറുണ്ട്. അത് സർക്കാരിന്റെ കണക്കിൽ ഇല്ലാത്ത ഒന്നാണ്, ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഒഴിവല്ലേ തരുന്നുള്ളൂ. അതുകൊണ്ട് ആ സമയം കൂടി ഞാൻ എടുക്കുന്നത് കൊണ്ട് അത്രയും സമയം കൂടി ഞാൻ സർക്കാരിന് വേണ്ടി ജോലി ചെയ്തില്ല എങ്കിൽ ഈ ശമ്പളം എനിക്ക് ഹറാമായി പോകും. അത് കുട്ടികൾക്ക് കൊടുത്താൽ അത് നിഷിദ്ധമാകും, എന്റെ മക്കൾ എനിക്കെതിരായി പോകും. ഇതാണ് സത്യസന്ധത. നിങ്ങൾ എവിടെ നിന്നിട്ടാ പറഞ്ഞത്, ആരോടാ ഇത് പറഞ്ഞെന്ന് എന്നോട് ചോദിക്കരുത്. കാരണം ഇത് നമ്മൾ പാലിച്ചേ പറ്റൂ. അല്ലാത്തതൊന്നും നമ്മുടെ മക്കൾക്ക് വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ ഹലാലായി ജീവിക്കാൻ നമുക്ക് പറ്റണം. സാംസ്കാരികപരമായ ജീവിതം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ജീവിതത്തിലാണ് കുടുംബത്തിന്റെ അന്തരീക്ഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞത് വിശ്വാസമാണ്, കർമ്മങ്ങളാണ്, സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മതയാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് സാമൂഹിക അന്തരീക്ഷത്തിലെ സൂക്ഷ്മതയാണ്. ഇതൊക്കെ ദീനിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. നാളെ നിങ്ങൾ ഉലമാക്കളോട് ചോദിക്കൂ, അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുന്ന ഈമാന്റെ കോടതിയുണ്ട്.
ഇബാദത്തിന്റെ കോടതിയുണ്ട്. ഈ രണ്ട് കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും, ഒന്നും കൂടി പറയാം, ഈമാന്റെ കോടതിയിൽ നിന്നും ഇബാദത്തിന്റെ കോടതിയിൽ നിന്നും രക്ഷപ്പെട്ടാലും രക്ഷപ്പെടാതെ നിൽക്കുന്ന ഒരു കോടതിയുണ്ട്. അത് ഹുഖൂഖുൽ ഇബാദാണ്. അഥവാ അള്ളാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങളോടുള്ള ബാധ്യതകൾ അതിൻ്റെതായ രീതിയിൽ നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവിടെ നമ്മൾ കുടുങ്ങിപ്പോകുമെന്ന്. ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് സ്വർഗത്തേക്ക് പോകാൻ നേരത്തായിരിക്കും അഞ്ചം വന്നിട്ട് പറയാ, നിക്കവിടെ ഇന്റെ ഒരു സെന്റ് എടുത്തിട്ടുണ്ടവന്. അപ്പൊ അവിടെ സെന്റ് കൊടുക്കലല്ല പരിപാടി, ഇവന്റെ ഇബാദത്തെടുത്ത് കൊടുക്കലാണ്. ആ കാരണത്താൽ ഇവൻ മറുവശത്തേക്ക് ചാടേണ്ടി വരും, നരകത്തിൽ പോകേണ്ടി വരും. മുആമലാത്തും മുആശറാത്തും അത്ര പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ കുട്ടികളോട് നല്ല രീതിയിൽ വർത്തിക്കാൻ നമുക്ക് പറ്റണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കും. ഇതാ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ, അവരെ മോശമായി നിങ്ങൾ കാണൽ അവർ സമൂഹത്തിന്റെ ഭാഗമാണ്. ഒന്നൊന്ന് മുടിയൊന്ന് തിരുത്തിവെട്ടി എന്നതിന്റെ പേരിൽ നിങ്ങൾ അവരെ ഒറ്റപ്പെടുത്തല്ലേ, അവരെ കുറ്റപ്പെടുത്തല്ലേ. അവരാ മുടിയൊക്കെ തിരിച്ചു വെട്ടുന്ന ഒരു കാലം വരുന്നതും കാത്ത് നമ്മൾ ഇരിക്കണം പ്രാർത്ഥനയോടെ. നിങ്ങൾ ഇവിടെ 45-50 വയസ്സായ ആൾക്കാർ ആ രീതിയിൽ മുടിവെട്ടുന്നത് ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരളക്കരയിൽ കാണാൻ സാധ്യതയില്ല. കാരണം 45-50 വയസ്സുകാരൊക്കെ അത്യാവശ്യം നല്ലപോലെ മുടിവെട്ടും, അല്ലാതെ കുട്ടികളെ മാതിരി വെട്ടൂല. കാരണം അതൊരു പ്രത്യേക പ്രായത്തിന്റെ ചാബല്യമാണ്. ഞാൻ അതിന് അനുവാദം തരല്ല, അങ്ങനെ വെട്ടണമെന്ന് പറയല്ല. അഥവാ ആരെങ്കിലും വെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ സ്നേഹത്തോടെ മറിക്കേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ നാട്ടിലൊരു മദ്യപാനിയായ ഒരു കുട്ടിയുണ്ടെന്ന് നമുക്ക് മഹലിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോ മദ്യപാനിയായ കുട്ടിയെ അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കലല്ല നമ്മുടെ ജീവിതം. പകരം അവനെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കി കൗൺസിലിങ്ങും തെറാപ്പിയും നടത്തി ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അതിമനോഹരമായി അവനെ മാറ്റിയെടുക്കലാണ് ഒരു മുസൽമാന്റെ ഉത്തരവാദിത്വം. ഒരു മുസൽമാന്റെ ഉത്തരവാദിത്വമാണ്. നമ്മൾ അവനെ സ്നേഹത്തോടു കൂടിയേ പെരുമാറാം. അല്ലാതെ ഒരു മദ്യപാനിയാണ് എന്നതിന്റെ പേരിൽ തട്ടല്ലേ, എന്തെങ്കിലും ഒന്നിന്റെ പേരിൽ നമ്മൾ തള്ളി മാറ്റല്ലേ. പകരം അവനെ സ്നേഹപൂർവ്വം കൊണ്ടു നടത്തു. ഞാൻ എത്രയോ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഉമർ റളിയല്ലാഹു തആലയുടെ കാലത്ത് ചെറുപ്പക്കാരനായ ഒരു ചെറുപ്പക്കാരൻ വിദേശത്ത് നിന്ന് ഇറാൻ എന്ന് വന്നതാണ്. ആ കാലത്ത് അങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഉമർ റളിയല്ലാഹു തആലയുടെ കാലത്ത് അവൻ മദ്യപിച്ചു, വന്നിട്ടേ ഉള്ളൂ ഇസ്ലാമിലേക്ക്. അത് കണ്ടു ഉമർ റളിയല്ലാഹു തആല 20 രാജ്യങ്ങൾ ഭരിക്കുന്ന ചക്രവർത്തിയാണ്. എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ്. 20 ഭൗതിക രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിക്കുന്ന ചക്രവർത്തി കണ്ടുകൊണ്ട് പോയി. വല്ലാത്ത സങ്കടം. പള്ളിയിൽ പോയി നിസ്കരിച്ച് ഒരുപാട് ദുആ ചെയ്ത് കുറെ നാളുകൾക്ക് ശേഷം ഈ പയ്യൻ പള്ളിയിലേക്ക് വരികയാണ്. 1 മാസത്തേക്ക് നിസ്കരിക്കാൻ പള്ളിക്ക് വന്നില്ല, അവിടെ നിസ്കരിക്കണ്ടാവും. പക്ഷെ അറിയാതെ അവന്റെ നാട്ടിലെ ശീലമൊന്നും ആയിപ്പോയതാണ്. ഉമർ റളിയല്ലാഹു തആല എന്നെ കാണാൻ വന്നു. ചില ആൾക്കാർ പ്രസംഗത്തിൽ സഹാബിയാണെന്നൊക്കെ പറയും. നഊദു ബില്ലാഹ്, സഹാബാക്കൾ അതൊന്നും ചെയ്യൂല. ചരിത്രം വായിക്കുമ്പോൾ അത് ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും പള്ളിയിൽ നിന്ന് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു തആല ആഹ്ലാദത്തോടെ വിളിക്കാണ്, വാ മോനെ വാ, താലഹി താൽ. ആ അടുത്തേക്ക് വിളിച്ച് നേരെ വന്നിട്ട് മിഹ്റാബിൽ നിന്ന്, ഏതാ മിഹ്റാബ് എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്ന് നിസ്കരിച്ചിട്ടുള്ള മിഹ്റാബിൽ വെച്ചിട്ട് ഈ ഉമർ റളിയല്ലാഹു തആല ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിക്കാൻ, എന്നിട്ട് ആരും കേൾക്കാതെ ചെവിയിൽ മന്ത്രിച്ചു, മോനെ നീ മദ്യപിച്ചത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന്. ആ ചെറുപ്പക്കാരൻ കരഞ്ഞോണ്ട് ഇങ്ങോട്ട് സ്വകാര്യം പറയാണ്, ഞാൻ മദ്യപിച്ചത് നിങ്ങൾ ആരോടും പറയില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾ ഉമറുൽ ഫാറൂഖ് ആണെന്ന് എനിക്കറിയാം, ആരോടും എന്നെ പറ്റി മോശം പറയില്ലെന്നറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, അതിനുശേഷം ഞാൻ മദ്യപിച്ചിട്ടേ ഇല്ല, ഇനി ഞാൻ മദ്യപിക്കുകയുമില്ല, ഈ മെഹ്റാബിൽ വെച്ച് ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ മദ്യപിക്കുകയില്ല. ആ ചെറുപ്പക്കാരൻ പിന്നെ അങ്ങനെ തന്നെ ജീവിതാന്ത്യം വരെ കഴിഞ്ഞുകൂടി എന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതൃകയാണ് നമ്മുടെ മാതൃക. മദ്യപാനിയെ കണ്ടാലും നമ്മൾ അവന്റെ കൂടെ കൂടണ്ട, സ്നേഹത്തോടെ നമ്മുടെ കൂട്ടത്തിൽ കൂടണം. അവന്റെ കൂടെ കൂടൽ വേറെ, നമ്മുടെ കൂട്ടത്തിൽ അവനെ കൂട്ടൽ വേറെ. ഇത് രണ്ടും രണ്ട് കൂടലാണ്. നമ്മുടെ കൂട്ടത്തിൽ അവനെ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയോളജിയിലേക്ക് അവനെ കൂട്ടലാണ്. അവന്റെ കൂടെ കൂടാ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി കൂടലാണ്. ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരെ നമ്മൾ പ്രത്യേകിച്ച്, എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ദുബായിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ ഒരു ടെക്നോളജി ഫെസ്റ്റ് ആയിരുന്നു അത്. അവിടെ ഫുഡ് ഫെസ്റ്റ്, ടെക്നോളജി ഫെസ്റ്റ്, ഹെൽത്ത് ഫെസ്റ്റ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടെക്നോളജി ഫെസ്റ്റില് അവിടെ വളരെ മനോഹരമായി ജപ്പാനുകാര് കൊണ്ടുവന്നിട്ടുള്ള ഒരു സാധനമുണ്ട്, ഡാർക്ക് റൂം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ എങ്ങനെയാണ് സെർച്ച് എഞ്ചിൻ ഡാർക്ക് റൂമിലേക്ക് കൊണ്ടുപോകുന്നത് എന്നതായിരുന്നു അവരുടെ വിശദീകരണം. ഞാൻ പറഞ്ഞ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ എന്നതാണ്, അഥവാ ഡാർക്ക് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ രാജ്യം എന്ന് പറഞ്ഞാൽ മൊത്തം 200 ചില്ലാനം രാജ്യങ്ങളെ എടുത്താൽ സെർച്ച് എഞ്ചിനിൽ ബ്ലാക്ക് റൂമിലേക്ക്, ബ്ലാക്ക് ഹോളിലേക്ക്, ബ്ലാക്ക്
എന്ന് പറയുന്നതിലേക്ക് ഇതിലേക്ക് പോകുന്ന ആൾക്കാർ ഇന്ത്യക്കാരാണ്. എന്താ കാര്യം? വൈരാഗ്യത്തിന്റെ സെർച്ചിങ്. ഈ രാഷ്ട്രീയക്കാർ അവരെ കുറിച്ച് പറയാൻ, ഈ മതക്കാർ അവരെ കുറിച്ച് പറയാൻ, ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ വന്നിട്ട് RSSകാർ വേറെ, മറ്റുള്ളവർ വേറെ, ഇവര് വേറെ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ഹോളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, ബ്ലാക്ക് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ? വെറുപ്പിന്റെ ബ്ലാക്ക് റൂം, വെളുപ്പിന്റെ ഹാർഡ് റൂം, ഇതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചെറുപ്പക്കാരൻ കേട്ടാ പോടുന്നറിയോ? ഇവിടെ ഉണ്ടാകില്ല, ഈ പറയുന്ന മഹലിൽ ഉണ്ടാകില്ല. പക്ഷേ കുട്ടികൾ സെർച്ച് ചെയ്യുന്നത് മുഴുവനും ഗെയിമുകളാണ്, ചെറിയ മക്കള്. എന്നിട്ട് ഷൂട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞാൻ അതിന്റെ മുഴുവൻ പേര് പറയുന്നില്ല. ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പോകും. ഒരു പ്രത്യേക ദിശയിലെത്തുമ്പോ അവിടെ നിർത്തും. പണ്ട് ഡിങ്കനൊക്കെ വായിച്ച് ഓർമ്മയുണ്ടാക്കും നിങ്ങൾക്ക്. ബാലമംഗളത്തിലൊക്കെ കേരകനം കണ്ടിട്ട് മലയൊക്കെ ഇങ്ങനെ പുലർത്തിയിട്ട് ഡിങ്കനെങ്ങനെ തല്ലാൻ നിൽക്കുമ്പോൾ അവിടെ തുടരും എന്നറിയാണ്ട് എന്നിട്ട് നമ്മൾ 15 ദിവസം കാത്തുക്കലാണ് എന്തായി ഇപ്പൊ അതെന്നറിയാൻ. ഇതേപോലെ ഗെയിമിനെ കൊണ്ടുപോയിട്ട് അവിടെ അങ്ങോട്ട് എൻഡ് ചെയ്യും. ഇതൊരു പയ്യൻ എനിക്ക് കാണിച്ചു തന്നതാണ്. അതിന്റെ ബാക്കി അങ്ങോട്ടാകണമെങ്കിൽ 5000 റുപ്യ അടക്കാൻ പറയും. ഈ പയ്യൻ ഇങ്ങനെ അതൊരു തരം മയക്കുമരുന്നാണ് ഈ കളി എന്ന് പറഞ്ഞാൽ. കളി ഒരു മയക്കുമരുന്നാണ്. ആ മയക്കുണ്ട് കിട്ടിയിട്ട് ഇവൻ ഇതിന്റെ ബാക്കി കളിക്കണം, അന്ന് തന്നെ കളിക്കണം. അപ്പൊ ഇവന് പൈസ കിട്ടൂല. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഉമ്മാന്റെ പേഴ്സ് പോയി നോക്കും, ഉണ്ടാകൂല. ഉമ്മാന്റെ കമ്മല് പോയി നോക്കും, ഉണ്ടാകൂല. എവിടെയെങ്കിലും ഉള്ളോടത്തുനിന്ന് ഇവൻ കട്ടെടുക്കും. കാരണം ഇവൻക്ക് അതിന്റെ ബാക്കി കളി ഇന്ന് കളിക്കണം. ഇതൊരു തരം മയക്കുമരുന്നായി കൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കളിച്ച് അതിന്റെ മുകളിലേക്ക് കളിക്കാൻ എവിടുന്ന അവർക്ക് പൈസ എന്നറിയുന്നില്ല. ഈ അടുത്തിടെ ഒരു സ്കൂളുകാര് പറയാണ്, കുട്ടികളെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ 4 ആൾക്കാരെ കയ്യിൽ നിന്ന് 5000 റുപ്യ കിട്ടി. ഒരു ക്ലാസ്സിലെ 4 പിള്ളേരുടെ കയ്യിൽ നിന്ന് 5000 രൂപ വീതം. ഞങ്ങൾ രക്ഷിതാക്കളെ വിളിച്ചപ്പോ പല രക്ഷിതാക്കളുടെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. അപ്പൊ എന്താ സാധനം? ഈ ഗെയിമിന് വേണ്ടി അടക്കാനാണ്. ഇതിന്റെ മാഫിയകളുണ്ട്. ഇവരാ ഗെയിമിൽ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയും, ഇനി ഇത് ബാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ 20,000 അടക്കണം എന്ന് പറയും. അത്ര സ്ട്രോങ്. അതിൽ ഒരു ജില്ലയിലെ, ഇന്ന ജില്ല എന്ന് ഞാൻ പറഞ്ഞു, ആ ജില്ലയിലെ പെൺകുട്ടി അവനായിട്ട് ചാറ്റ് ചെയ്തു. അങ്ങനെ മോശമായ ചാറ്റിങ്ങിലേക്ക് പോയി. പിന്നെ ആ പെൺകുട്ടി പറയാണ്, ഞാൻ എന്റെ വാപ്പാനെ അറിയിക്കുന്നു. ആ കുട്ടി അന്ന് തന്നെ ആത്മഹത്യ ചെയ്യും. അപ്പൊ ചാറ്റിങ്ങിലൂടെ ആത്മഹത്യ, ഡാർക്ക് റൂമിലൂടെ ആത്മഹത്യ. പിന്നെ അതിന്റെ പുറമെയാകട്ടെ മദ്രസയിൽ പോകുന്ന കുട്ടികളോട് വരെ ഞാൻ പറയാം, മദ്രസ 6:30 തുടങ്ങുന്നു, അല്ലെങ്കിൽ സ്കൂൾ തുടങ്ങുന്നു. ആ പോകുന്ന സമയത്ത് ബൈക്കേര് വരികയാണ്. ഒരു കുട്ടി എന്നോട് പറഞ്ഞ കഥ നമ്മളെക്കാളും ആവേശമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടിയുടെ അടുക്കലേക്ക് പിന്നെ ബൈക്കാരൻ തിരിച്ചു വരികയാണ്. നല്ല മോനട്ടോ, ഇങ്ങനെ വഴി പറഞ്ഞന്ന് നല്ല മുടുക്കൻ, ഇതായി മിഠായി കഴിച്ചെന്ന് പറയുമ്പോൾ മഞ്ഞ മിഠായിയും കെടുത്ത്. ഈ കുട്ടി ആ മഞ്ഞ മിഠായി കിട്ടിയതല്ല വിചാരിച്ച് പാവം നിഷ്കളങ്കമായി മദ്രസയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും ഇതാണ്ട് കഴിക്കാൻ. ആ കുട്ടി അന്ന് മുതൽ ഇതിന് അഡിക്ഷനായി. കാരണം അത് മയക്കുമരുന്നിന്റെ മിഠായി ആയിരുന്നു. ഇയാൾക്ക് ഈ വഴി അറിയായിട്ടൊന്നുമല്ല ഈ ചോദിക്കണത്. റാപ്പോ ബിൽഡിംഗ് എന്നതിന് പറയാ. പോകുന്ന കുട്ടികളോടൊരു ബന്ധം ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് ഈ വഴി ചോദിക്കണം. എന്നിട്ട് ഈ കുട്ടിയൊക്കെ അത് കൊടുക്കുക. എന്നിട്ട് ഈ കുട്ടി പറയാ, പിറ്റേന്ന് ഞാൻ അതിന് കാത്തുനിന്നു. ഈ മിഠായി കിട്ടാൻ കാത്തുനിന്നു. അത്ര വീര്യമേറിയ മിഠായി. പിന്നെയും കാത്തുനിന്ന്. പിന്നെ അത് കിട്ടണമെങ്കിൽ ഞാൻ കുറെ കുട്ടിക്ക് കൊടുക്കണം എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ട് കുട്ടിയേക്ക് കൊടുത്ത് പൈസയും വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ആദ്യം ഉപയോഗിച്ചവനെ കരിയറാക്കി മാറ്റുന്ന, കുട്ടികളെ പോലും ഉപയോഗിക്കുന്ന ഡ്രഗ് മാഫിയ ഈ ലോകത്തിൽ വിലസിക്കൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാർക്കും അതിൽ കമ്മീഷനൊക്കെ ഉണ്ടാവും. നിങ്ങൾ കേട്ടില്ലേ, 3000 കോടിയുടെ 1600 കോടിയുടെ കപ്പല്, മയക്കുമരുന്നിന്റെ കപ്പൽ ഇന്നടത്ത് പിടിച്ചു എന്നൊക്കെ നിങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ? ഇന്ത്യയുടെ ഓരങ്ങളിൽ. കാരണം ഇന്ത്യ 1ാം നമ്പർ കൺസ്യൂമർ നേഷനാണ്. ലോകത്തിൽ 700 കോടി ജനങ്ങളുണ്ടെങ്കിൽ 132 കോടി ജനങ്ങളുള്ളത് ഇന്ത്യയിലാണ്. ഈ ഇന്ത്യയിലേക്കായി സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യക്കാർ ഉപയോഗിക്കണ മാതിരി ഒരു 35 രാജ്യത്ത് പോകേണ്ട ഒരു ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ നിങ്ങൾക്ക്? 132 കോടി ജനങ്ങളെ കിട്ടണമെങ്കിൽ ഇന്ത്യയിൽ 230ഓളം രാജ്യങ്ങൾ കൂടിയിട്ട് 700 കോടി ഉള്ളത്. അപ്പൊ അതിനെ ഒരു 100 കോടിയായിട്ട് ചുരുക്കി 150ഓളം കോടിയാക്കി ചുരുക്കാൻ 35 രാജ്യത്ത് ഒന്നിച്ച് കൊടുക്കണം. അതിൽ ഇന്ത്യ കൊടുത്താലെന്ന്. ഇന്ത്യനെ ഇത്രമാത്രം വിദേശികൾ സ്നേഹിക്കുന്നത് എന്താണെന്നാണ് നിങ്ങൾക്ക്? നമ്മൾ വിചാരിച്ചത് ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ മിടുക്കൊണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഭയങ്കര പന്തത്തിന്റെ മിടുക്കൊണ്ടെന്ന്. ഒരു മിടുക്കൊണ്ടുമല്ല. കാരണം ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ നേഷൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്ഥലം അതാണ്. പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റിയ, പക്ഷെ അവർ സെൽഫ് സഫിഷ്യന്റ് ആണ്. അവരിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റൂല. പിന്നാകെ കയറി നിരങ്ങാൻ പറ്റുന്ന സ്ഥലം ഇന്ത്യയാണ്. ആ ഇന്ത്യയിലേക്ക് കാറ് കൊടുക്കാൻ, വാച്ച് കൊടുക്കാൻ, മയക്കുമരുന്ന് കൊടുക്കാൻ, എല്ലാറ്റിനും ഇഷ്ടപ്പെട്ടത് അവർക്ക് ഇതാണ്. കാരണം ഒറ്റ വരവിൽ എല്ലാം വിറ്റ് ചെലവാക്കാം. അതിന് പറ്റിയ പടനിലവുമാണ്. അതുകൊണ്ടാണ് അവർ ഇന്ത്യനെ എത്ര ഇഷ്ടപ്പെടുന്നത്. ഈ ഇന്ത്യയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. നിങ്ങളൊന്ന് വളരെ മനസ്സ് വെച്ചൊന്ന് ചിന്തിക്കണം. നമ്മുടെ മക്കൾക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ കിട്ടുന്നെന്ന് പറയല്ല, പക്ഷെ എളുപ്പമാണ്. രക്ഷിതാക്കൾ കേൾക്കാനാണ് ഞാൻ പറഞ്ഞത്. എളുപ്പമാണ്.
ജസ്റ്റ് മൊബൈൽ എടുത്തിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അവർക്ക് അതിന്റെ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെത്തിച്ചു കൊടുക്കുന്നു നിങ്ങളുടെ വീട്ടിൽ. ഞാൻ കൗൺസിലിങ്ങിന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ഇവർക്ക് എത്തിച്ചു കൊടുക്കണ എങ്ങനെയെന്നറിയോ? എന്നിട്ട് ഇത് എത്തിച്ചിട്ട് അവിടുത്തെ ഒരു പീടികയുടെ ഭാഗത്ത് ഒരു പൊത്തിൽ വെച്ചിട്ട് കല്ലൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഇവർക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുക്കാണ് അവിടെ ഈ സാധനം എടുക്കേണ്ടതെന്ന്. ഈ ഗൂഗിൾ പേ എന്ന് പോയ മെസ്സേജ് വരും, ആ മെസ്സേജ് ഇവർ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളോട് പറയാം. ഗൂഗിൾ പേ എന്ന് പൈസ പോയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വരും, ആ മെസ്സേജ് വരാനുള്ള ഓപ്ഷൻ ഇവർ ഓഫാക്കി വെച്ചിട്ടാണ് ഈ പൈസകളൊക്കെ. ഉമ്മ വിചാരിക്കണ മെസ്സേജ് വന്നിട്ടില്ലല്ലോ. നിങ്ങളെ ഓരോരുത്തരെയും കരുണീയപ്പെടുത്താൻ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഓരോ നാട്ടിലെയും പോക്കറ്റുകളിൽ ആളുകൾ രാത്രിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. 12 മണിക്കും 1 മണിക്കും ഈ ഓരത്തിലൂടെ ഏതെങ്കിലും ബൈക്കുകാരൻ പോകുമ്പോ അവരെ ഒന്ന് തടഞ്ഞു നിർത്തിയിട്ട് ആക്രമിക്കാതെ ചോദിക്കണം നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പോലീസുകാരൻ നമ്മളോട് പറയുന്നു, ഇതിലെ ക്ലാസ് എടുക്കാൻ പോകുന്നിടത്ത് DYSP ഉണ്ടാകാറുണ്ട്, SP സാർ ഉണ്ടാകാറുണ്ട്, CI സാർ ഉണ്ടാകാറുണ്ട്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ, ഈ പറയുന്ന നാട്ടരികിലൂടെ ഏതെങ്കിലും നാടുവഴികളിലൂടെ 1 മണിക്കും 2 മണിക്കൊക്കെ ഏതെങ്കിലും ഒരു ബൈക്കുകാരൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആള് പോവുകയാണെങ്കിൽ അവിടെ തടഞ്ഞു വെച്ചേക്കണം, ആക്രമിക്കരുത്. ഉടനെ നിങ്ങൾ പോലീസിലേക്ക് വിവരം അറിയിക്കണമെന്നാണ്. കാരണം രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കുമാണ് ഈ കരിയേഴ്സ് ഇത് നാടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. കുടുംബജീവിതം നമ്മൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ന് ഡാർക്ക് റൂമിന്റെ കാലഘട്ടം, മയക്കുമരുന്നിന്റെ കാലഘട്ടം. ഞാൻ ഈ കുട്ടികളെ സ്നേഹത്തോടെ പറയാൻ 4 മണിക്ക് ഇറങ്ങി പോവാൻ, ആ പോകുന്ന സമയത്ത് ഇവരെയും കൊണ്ട് പോവാൻ ഉമ്മനോട് സ്നേഹത്തോടെ പറയണം, ഉമ്മ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ എന്ന്. ഉമ്മനോട് വല്ല സ്നേഹത്തിൽ പറഞ്ഞ് വരാണ്ട് കൊണ്ടുപോവാൻ. എന്നിട്ടൊരു പാറപ്പുറത്തിരുന്ന് വർത്തമാനം പറയുന്നു, മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നു. ഇവൻ പറയാണ് മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോ നിസ്കരിക്കാൻ പോകാൻ പോലും എന്നെ സമ്മതിച്ചില്ല. എന്റെ ഉമ്മയാകട്ടെ, കരഞ്ഞോണ്ടാൻ പറഞ്ഞത് എന്റെ ഉമ്മയാകട്ടെ രാത്രി തഹജ്ജുദും